SDPI വിഷയം ഡീൽ ഉറപ്പിച്ച ശേഷമാണ് SDPI വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞത് എന്നാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ PFI നിരോധനം നീക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത്. പരാജയ ഭീതി മൂലമാണ് തീവ്രവാദ വോട്ട് വേണമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞത്. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമം എന്നും രാജ്യസ്നേഹികൾ അതിന് മറുപടി നൽകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അല്ല, അനുകൂലമല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആരുടെ വോട്ടും ഞാൻ സ്വീകരിക്കുന്നത് പറയുന്നത്. കാരണം നന്മ ആഗ്രഹിക്കുന്ന, രാജ്യപുരോഗതി ആഗ്രഹിക്കുന്ന, നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങൾ അതുപോലെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്തവണ NDA സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിപ്പിക്കുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം ചിത്രശക്തികളുടെ വോട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. നമ്മൾ കുറച്ച് പുറകോട്ടൊന്ന് പോകണം. കർണാടകത്തിൽ കോൺഗ്രസ് ഭരണം വന്നപ്പോൾ ആദ്യം ചെയ്ത ഒരു പ്രവൃത്തികളൊന്ന് വികസനവുമായി ബന്ധപ്പെട്ടല്ല. ഈ കൊല്ലം ജില്ലയിൽ തീവ്രവാദത്തിൻ്റെ വിത്ത് പടർന്ന, അതായത് വിത്തിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വളർത്തിയ മദിനി എന്ന വ്യക്തിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ബില്ല് പാസ്സാക്കുക, എല്ലാവരും കൂടി ചേർന്ന് കോൺഗ്രസ്. അതേ UDF സെറ്റപ്പിനകത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. ഈ കോൺഗ്രസ് വേണ്ടെന്നൊക്കെ പറയുന്നില്ല, അത് 2 ദിവസം കഴിഞ്ഞ് ആലോചിച്ചെടുത്തിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ ഇതാണ്. അപ്പോൾ പ്രേമചന്ദ്രന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു ഇത്തവണ ഇദ്ദേഹം ഇവിടെ പരാജയം മണത്തു തുടങ്ങി. ഏത് തരത്തിലുള്ള വോട്ടുകളും പിടിക്കുക. കാരണം ഇതുവരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരുന്നത് മനസ്സിലാക്കി പ്രേമചന്ദ്രനെ വിജയിപ്പിച്ചിട്ട് ഇവിടെ ഒന്നും നേടാനില്ല. അപ്പോൾ വോട്ടുകൾ കുറയുന്നു എന്നുള്ള പരാജയം വന്നപ്പോഴത്തേക്ക് ഏത് തീവ്രവാദ ശക്തിയുടെ വോട്ടും ഞാൻ വാങ്ങിക്കും, ഇതാണിത്. അതായത് ഇതിൽ നിന്ന് പോകുന്ന സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരോധിക്കപ്പെട്ട PFIയെയും അതിൻ്റെ നേതാക്കളെയും ആ നിരോധനം പിൻവലിക്കും, അവരുടെ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരും, കേരളത്തിൽ അരാജകത്വത്തിന് വഴിയുണ്ടാക്കുന്നതാണ് ഈ പ്രസ്താവനയിലൂടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ ജനങ്ങളിത് മനസ്സിലാക്കിയെടുത്തത്. കാരണം ജനങ്ങളൊരു ഭയപ്പാടിലാണ്. കാരണം ഇവിടെ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഈ പ്രസ്താവന ഇതിന് വളരെയധികം ഒരു ശക്തി പകരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് എല്ലാ നേതാക്കളും മാറണം. കാരണം വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദ ശക്തിയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്കൊരു രാജ്യ പുരോഗതിക്ക് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു അവരുടെ വോട്ട് വാങ്ങിക്കാം, നമ്മുടെ എതിർ ശക്തിയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം, PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. അപ്പോൾ അവരുടെ വോട്ട് വാങ്ങുന്നു എന്ന് വെച്ചാൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ, അതായത് കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ നിരോധനം പിൻവലിക്കാമെന്നാണ് ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം. SDPI നിരോധിച്ചിട്ടില്ലല്ലോ. SDPI നിരോധിച്ചിട്ടില്ല, അത് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കേണ്ടത്. PFI നിരോധിച്ചിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ